Today, my friends, ഇന്ന് എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ, I want to talk about the bitter heart of man. മനുഷ്യന്റെ ദുഃഖപൂർണമായ ഹൃദയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. The bitter heart of man. മനുഷ്യന്റെ ദുഃഖപൂർണമായ ഹൃദയം. Bitterness spoils the heart. കയ്പ് അല്ലെങ്കിൽ ദുഃഖം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ നശിപ്പിക്കുന്നു. Proverbs 14:10 says, സദൃശ്യവാക്യം 14:10 പറയുന്നു, each heart knows its own bitterness. ഓരോ ഹൃദയവും സ്വന്തം ദുഃഖത്തെ അറിയുന്നു. No one else can know that bitterness. മറ്റാർക്കും ആ ദുഃഖത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. Each heart carries it. ഓരോ ഹൃദയവും ആ ദുഃഖഭാരം വഹിക്കുന്നു. It spoils the heart. അത് ഹൃദയത്തെ നശിപ്പിക്കുന്നു. It makes you weak. അത് നിങ്ങളെ ബലഹീനരാക്കി മാറ്റുന്നു. There was a successful businessman, ഒരിടത്ത് ബിസിനസ്സിൽ വിജയം വരിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. and suddenly a mother came crying and brought her young son to him and said, please give him a ഒരു ദിവസം job. ഒരു അമ്മ കരഞ്ഞുകൊണ്ട് തന്റെ ഇളയ മകനെ അദ്ദേഹത്തിന്റെ അരികിൽ കൊണ്ടുവന്നു. ദയവായി ഇവനൊരു ജോലി നൽകണമേ എന്ന് അദ്ദേഹത്തോട് Sir, പറഞ്ഞു. somehow please take care of his future. സർ, ദയവായി ഇവന്റെ ഭാവിയെക്കുറിച്ച് അങ്ങ് കരുതണമേ, ഇവനൊരു ജോലി നൽകണമേ. This man took that boy under his wing, ഈ മനുഷ്യൻ ആ മകനെ സ്വീകരിച്ചു. gave him a job, അവന് നല്ലൊരു ജോലി നൽകി. trained him personally, വ്യക്തിപരമായി അവനെ പരിശീലിപ്പിച്ചു. guided him and mentored him, അവന് മാർഗനിർദ്ദേശം നൽകി ആലോചന പറഞ്ഞുകൊടുത്തു. and made him rise up. ഉയർച്ച പ്രാപിക്കുവാൻ അവനെ പ്രാപ്തനാക്കി. Rise up in the company. കമ്പനിയിൽ ഉയർച്ച നേടുവാൻ. And then one day, പിന്നീട് ഒരു ദിവസം he gave him the responsibility of starting a branch in another മറ്റൊരു country. രാജ്യത്ത് ഒരു ബ്രാഞ്ച് തുടങ്ങുവാനുള്ള ഉത്തരവാദിത്തം ആ മനുഷ്യൻ അവനെ ഏൽപ്പിച്ചു. And he trusted him to establish everything. അദ്ദേഹം അവനിൽ വിശ്വാസം അർപ്പിച്ചു. അവൻ അവിടെ ബ്രാഞ്ച് സ്ഥാപിക്കുമെന്ന് അയാൾ കരുതി. But this boy, എന്നാൽ ഈ യുവാവ് after rising up to such a high, അവൻ അത്രമാത്രം ഉയർച്ച പ്രാപിച്ചതിന് ശേഷം, after receiving the trust of his master തന്റെ യജമാനന്റെ വിശ്വാസം പിടിച്ചു പറ്റിയതിനു ശേഷം, and great responsibility, ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം, he betrayed his master. അവൻ തന്റെ യജമാനനെ വഞ്ചിച്ചു. And he spoke to all the staff and the finance head. എല്ലാ ജീവനക്കാരോടും സംസാരിച്ചു. എല്ലാവരെയും തന്റെ വശത്താക്കി. And he turned against his boss അവൻ അവരെ എല്ലാവരെയും തന്റെ യജമാനനെതിരാക്കി. and took the company from him. യജമാനനിൽ നിന്ന് ആ കമ്പനി പിടിച്ചെടുത്തു. Took and squandered all the money. എല്ലാ പണവും അവൻ തട്ടിയെടുത്തു. And he ran away. അവൻ അവിടെ നിന്ന് ഓടിപ്പോയി. His boss was left with nothing അവന്റെ യജമാനൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. after he gave everything to him. സകലതും അവന് നൽകിയതിന് ശേഷം How much his heart would have ആ suffered. യജമാനന്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചിരിക്കും. This is what happens in this world. ഇതാണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. Even though we give our best, നമ്മൾ ഏറ്റവും ഉത്തമമായത് നൽകുന്നുവെങ്കിലും we do not get back that same love. പലപ്പോഴും അതേ സ്നേഹം നമുക്ക് തിരികെ ലഭിക്കുന്നില്ല. We do not get back help. നമുക്ക് സഹായം തിരികെ ലഭിക്കുന്നില്ല. We do not get back trust. പലപ്പോഴും നമുക്ക് വിശ്വാസം തിരികെ ലഭിക്കുന്നില്ല. And we are left in bitterness. പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെടുന്നു, കൈവിടപ്പെട്ടവരാകുന്നു. He will turn your bitterness away. ദൈവം നിങ്ങളുടെ മനോവ്യസനത്തെ എടുത്തു മാറ്റും. He will bring love from all sides ദൈവം സകല ഭാഗത്തു നിന്നും നിങ്ങൾക്ക് സ്നേഹം പകർന്നു തരും. and place your love upon him. യേശു നിങ്ങളുടെ സ്നേഹം തന്റെ മേൽ പകരുകയും ചെയ്യും. He will teach your heart to love Jesus alone. യേശുവിനെ മാത്രം സ്നേഹിക്കുവാൻ യേശു നിങ്ങളുടെ ഹൃദയത്തെ പഠിപ്പിക്കും. Everything will flow from there. ആ ഹൃദയത്തിൽ നിന്ന് സകല നന്മകളും ഒഴുകി വരും. Today we are going to receive a heart full of love for Jesus. ഇന്ന് യേശുവിനോടുള്ള സ്നേഹത്താൽ നിറഞ്ഞൊരു ഹൃദയം നമ്മൾ സ്വന്തമാക്കുവാൻ പോകുന്നു. And his love is going to fill our heart. യേശുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുവാൻ പോകുന്നു. And we are going to forget about all our past, നമ്മൾ നമ്മുടെ ഭൂതകാലത്തെ മറന്നു കളയുവാൻ പോകുന്നു. all the pain, നമ്മുടെ സകല വേദനകളെയും as we experience the full love of Jesus. നമ്മൾ യേശുവിന്റെ പൂർണ്ണമായ സ്നേഹം അനുഭവിച്ചറിയുന്നതുകൊണ്ട് You will say, that is enough for me. നിങ്ങൾ പറയും, അത് മാത്രം എനിക്ക് മതി, That is enough for me. അതെനിക്ക് മതിയായതാണ്. So today shall we seek this new heart from Jesus. അതുകൊണ്ട് ഇന്ന് ഈ പുതിയ ഹൃദയം നമുക്ക് യേശുവിൽ നിന്ന് തേടി കണ്ടുപിടിക്കാം, സ്വന്തമാക്കാം. New heart from the Lord. കർത്താവിൽ നിന്ന് ഈ പുതിയ ഹൃദയം നമുക്ക് സ്വന്തമാക്കാം. He is going to remove every pain. കർത്താവ് സകല വേദനയും പിഴുതെറിയുവാൻ പോകുന്നു. He also showed me that some of you are going through bitterness because of the sinful habit. പാപ സ്വഭാവങ്ങൾ നിമിത്തം നിങ്ങളിൽ ചിലർ ദുഃഖഭാരത്തിലൂടെ കയ്പിലൂടെ കടന്നു പോകുകയാണെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു.
It might seem so comforting. ഒരുപക്ഷെ അത് വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. You might get so many friends to enjoy those habits with. അത്തരം ദുശീലങ്ങൾ ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് നിരവധി സ്നേഹിതന്മാരെ ലഭിച്ചേക്കാം. It might seem to give happiness in your life. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. But whatever the devil gives is only temporary, my friend. എന്നാൽ സ്നേഹിതന്മാരെ, പിശാച് എന്താണോ നൽകുന്നത് അതെല്ലാം തികച്ചും അസ്ഥിരമാണ്, താൽക്കാലികമാണ്. When he removes all that, അവൻ അതെല്ലാം പിഴുതെറിയുമ്പോൾ he will reveal all the damage he has done to our life. നമ്മുടെ ജീവിതത്തിൽ അവൻ വരുത്തിയിരിക്കുന്ന സകല ക്ഷതങ്ങളും അവൻ നമുക്ക് വെളിപ്പെടുത്തി തരും. All the damage that these evil habits ഈ bring, ദുശീലങ്ങൾ നിമിത്തമുണ്ടായ കേടുപാടുകൾ എല്ലാം നമുക്ക് തിരിച്ചറിയാനാകും. because sin only brings death, കാരണം പാപം മരണത്തെ മാത്രമാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. only brings death. മരണത്തെ മാത്രം. Only death remains in our heart, മരണം മാത്രം നമ്മുടെ ഹൃദയത്തിൽ അവശേഷിക്കുന്നു, in our body, നമ്മുടെ ശരീരത്തിലും. from all these bad habits. ഈ ദുശീലങ്ങളിൽ നിന്ന് അതാണ് നമുക്ക് ലഭിക്കുന്നത്. But today, Jesus wants to release us from these bad habits. എന്നാൽ ഈ ദുശീലങ്ങളിൽ നിന്ന് ഇന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. And he said, some of you are experiencing bitterness without any hope in your life. യേശു പറഞ്ഞു, ജീവിതത്തിൽ യാതൊരു പ്രത്യാശയും ഇല്ലാത്തത് നിമിത്തം നിങ്ങളിൽ ചിലർ ദുഃഖഭാരം അനുഭവിക്കുന്നു. Lost hope because of your wanderings. നിങ്ങളുടെ അലഞ്ഞു തിരിയൽ നിമിത്തം നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്നു. Wandering without a നിങ്ങൾ job. ജോലിയില്ലാതെ അലഞ്ഞു തിരിയുകയാണ്. Wandering without a life partner. നിങ്ങൾ ജീവിത പങ്കാളിയെ ലഭിക്കാതെ അലഞ്ഞു തിരിയുന്നു. Wandering without knowing what purpose you are meant for. ജീവിത ലക്ഷ്യം എന്തെന്നറിയാതെ നിങ്ങളിൽ അനേകർ അലഞ്ഞു തിരിയുകയാണ്. Wandering with nothing giving you peace. യാതൊന്നും നിങ്ങൾക്ക് സമാധാനം നൽകുന്നില്ല. നിങ്ങൾ അലഞ്ഞു തിരിയുകയാണ്. Following people around everywhere. നിങ്ങൾ എല്ലായിടത്തുമുള്ള ജനങ്ങളെ അനുഗമിക്കുന്നു. Trying to fit in with them. അവരോട് ചേരുവാൻ ശ്രമിക്കുന്നു. Wandering and wandering without hope. അതെ, പ്രത്യാശയില്ലാതെ നിങ്ങൾ അലഞ്ഞു തിരിയുകയാണ്. Your life going aimlessly. നിങ്ങളുടെ ജീവിതം ലക്ഷ്യമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. Maybe that has brought you bitterness in your heart. പക്ഷെ അത് നിമിത്തം ഹൃദയത്തിൽ നിങ്ങൾക്ക് ദുഃഖഭാരം ഉണ്ടായിരിക്കാം. What am I doing, Lord? ഞാൻ എന്താണ് ചെയ്യുന്നത്? Why am I here for? കർത്താവേ, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? But എന്നാൽ God says in Jeremiah 29:11, ദൈവം പറയുന്നു, യിരെമ്യാവ് 29:11, I have plans for you ഞാൻ നിങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നു, to prosper you, നിങ്ങൾക്ക് നന്മ നൽകുന്നതിന്, to give you a hope and a future. നിങ്ങൾക്ക് പ്രത്യാശയും ശുഭമായ ഭാവിയും നൽകുന്നതിന്. God's plans are coming to be fulfilled as you seek Him. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറുവാൻ പോകുന്നു. It will be perfected in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. He will remove the sin which is destroying your life. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന പാപത്തെ കർത്താവ് നിങ്ങളിൽ നിന്ന് പിഴുതെറിയും. Give your heart new hope നിങ്ങളുടെ ഹൃദയത്തിന് ദൈവം പുതിയ പ്രത്യാശ നൽകും. over the new way He is creating. ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്ന പുതിയ വഴിയിലൂടെ Remove all the hurt that you have experienced in this world. നിങ്ങൾ ഈ ലോകത്തിൽ അനുഭവിച്ചിരിക്കുന്ന സകല വേദനകളെയും ദൈവം പിഴുതെറിയും. And give you His love. ദൈവം നിങ്ങൾക്ക് തന്റെ സ്നേഹം നൽകും. His love. തന്റെ സ്നേഹം. He is going to do all these things for us right now. ദൈവം ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. So for a few minutes, അതുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ shall we submit our bitterness filled heart to Him നമുക്ക് നമ്മുടെ ദുഃഖം നിറഞ്ഞ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കാം. and say, Lord, I cannot take it നമുക്ക് anymore. പറയാം, കർത്താവേ, എനിക്കിനി ഇത് സഹിക്കാനാവില്ല. I don't want to live as a bitter man, മനോവ്യസനമുള്ള പുരുഷനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. as a bitter woman, മനോവ്യസനമുള്ള സ്ത്രീയായും wandering aimlessly, ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. carrying all the sorrows. സകല ദുഃഖവും വഹിച്ചുകൊണ്ട്. It's enough, Lord Jesus. കർത്താവേ, എനിക്ക് മതിയായിരിക്കുന്നു. My heart is so heavy, Lord. എന്റെ ഹൃദയം വളരെയധികം ഭാരപ്പെടുന്നു. I'm so depressed, Lord. കർത്താവേ, ഞാൻ നിരാശയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. All my sinful habits have ruined my life. എന്റെ പാപ സ്വഭാവങ്ങൾ എന്റെ ജീവിതത്തെ It നശിപ്പിച്ചിരിക്കുന്നു. has made me a nasty person. അതെന്നെ ഒരു വൃത്തികെട്ടവനാക്കി മാറ്റിയിരിക്കുന്നു. It's made me lose my job, അതെന്റെ ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമായി തീർന്നു. fail in my study, എന്റെ പഠനത്തിൽ ഞാൻ പരാജയപ്പെടുന്നതിനും. removed all my purpose in life. അത് എന്റെ ജീവിത ലക്ഷ്യങ്ങളെയെല്ലാം എന്നിൽ നിന്ന് പിഴുതെറിഞ്ഞു. I have been filled with the curses of this sin. കർത്താവേ, ഈ പാപത്തിന്റെ ശാപങ്ങൾ നിമിത്തം ഞാൻ നിറഞ്ഞിരിക്കുന്നു. It's enough, Lord. കർത്താവേ, എനിക്ക് മതിയായി. Save me. എന്നെ രക്ഷിക്കണമേ. Save me, എന്നെ Lord. രക്ഷിക്കണമേ. Shall we submit this heart to the one person who understands, നമുക്ക് നമ്മുടെ ഹൃദയം നമ്മെ മനസ്സിലാക്കുന്ന ഒരേ ഒരു വ്യക്തിയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. who weeps along with us, ആ വ്യക്തി നമ്മോട് ചേർന്ന് കരയുന്നു.
who is here to deliver us ആ also. വ്യക്തി ഇവിടെ നമ്മെ വിടുവിക്കുവാൻ നമ്മോടൊപ്പമുണ്ട്. Comfort us and deliver us. നമ്മെ ആശ്വസിപ്പിച്ച് നമ്മെ വിടുവിക്കുവാൻ, Who's here to give you a new beginning. ജീവിതത്തിൽ നമുക്ക് പുതിയൊരു തുടക്കം നൽകുവാൻ ആ വ്യക്തി ഇവിടെയുണ്ട്. Thank you, Jesus. യേശുവേ നന്ദി. Great joy. വലിയ സന്തോഷത്തോടെ, Great joy. വലിയ സന്തോഷത്തോടെ We give you the glory, Lord. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. We praise you. അങ്ങയെ സ്തുതിക്കുന്നു. In Jesus' name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.